ഇന്ന് ഞാനും ചേച്ചി നേരെ പോണ് ചേച്ചിയുടെ വീട്ടിലേക്ക് ഒരു പൂജ സെറ്റ് എടുക്കാനണ്ട. കട ചെന്നപ്പോ തന്നെ നമ്മ ആദ്യം കണ്ട് 2 ചാരുകസേര കണ്ട. ചാരുകസേര 2 ആട്ടോടിപ്പോ തന്നെ നമുക്ക് വേണ്ട പൂജ സെറ്റ് അവർ കാർ കയറ്റി തന്നിട്ടാ. അങ്ങനെ ഇത് നമ്മ ഡിക്കിലാക്കി നമ്മ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഒരു കിഡില ഷവായി, ആ സലാഡ്, ഗ്രേവി, ഒരു രക്ഷയില്ലട്ടാ. അവിടെ നേരെ ഫുഡും കഴിച്ച് നമ്മ ഒരു ജ്യൂസും കുടിച്ച് നമ്മ നേരെ ചെറായിക്ക് പോണ വഴി നമ്മ റേഡിയോയിലേക്ക് ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കിയാണ്ട. എവിടുന്നാണ് ശ്രുതി വിളിക്കണേ? ഞങ്ങൾ ഇവിടെ നങ്കമാലിയിൽ. എവിടേക്കാ പോയിക്കൊണ്ടിരിക്കണ വണ്ടിയില്? നമ്മളിപ്പോ ക്രിസ്മസ് ആവല്ലേ, അപ്പൊ എറണാകുളം ബ്രോഡ്വേയിൽ പോയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാന്ന് വെച്ചിട്ട് പോവാ. ഓ അടിപൊളി. ആരൊക്കെയാണ് നിങ്ങളെ കൂടെ ഉള്ളത്? ഞാനും എന്റെ ഒരു കസിൻ ബ്രദറും. സൂപ്പർ സൂപ്പർ. ഓക്കെ, അപ്പൊ നല്ല പർച്ചേസിലേക്ക് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് നമ്മുടെ കഥ കേട്ടത്. അതെ അതെ, കഥ കേട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ കഥ? കഥ ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. റേഡിയോ ചേച്ചാണെങ്കിൽ ഒരു കഥയും നല്ലൊരു പാട്ടും വെച്ച് തന്നിട്ടാണ് പോയത്. അങ്ങനെ പാട്ടും കേട്ടിരിക്കെ നമ്മ ചെറായിലെത്തി. ഞാൻ ഇറങ്ങിയപ്പോ തന്നെ ബോളാന്ന് കുറച്ച് തട്ടിയാണ്ട. പക്ഷെ ഒരു 5-6 കിലോയുള്ള കല്ല്. ഇവിടെ ആണെങ്കിൽ 1 പാർക്കെല്ലാം കൊണ്ടുണ്ടാക്കി കുറെ കലാരൂപങ്ങൾ ഉണ്ടണ്ടാ. നമ്മ വന്നാക്കണ് ചേച്ചിയുടെ വീട്ടിൽ ഒരു ബുദ്ധമയുണ്ട്, അതിന്റെ സ്റ്റാൻഡ് തപ്പി വന്നാക്കേണ്ട. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിനൊത്ത സ്റ്റാൻഡ് കിട്ടി. നമ്മ നേരെ പോയത് എന്റെ കസിന്റെ വീട്ടില്. അന്ന് അവളെയും പിക്ക് ചെയ്ത് നമ്മ നേരെ എറണാകുളത്തേക്ക്. ഹൈക്കോട്ട് ജംഗ്ഷൻ തന്നെ തലയുർത്തിക്കണ പ്രതിഭ നീ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ. ഇത് വേറെ ആരുടെ കഴിവല്ലട്ടാ, നമ്മുടെ സ്വന്തം അളിയുടെ കഴിവാണ്ട. സ്വന്തം അളിയുടെ ആർട്ട് വർക്കാണ്ട് ഈ കാണുന്നത്. അങ്ങനെ ഈ കാണുന്ന കടയിൽ കയറി നമ്മ ഒരു ഫാൻ മേടിക്കാൻ കയറിയാണ്ട. ചേട്ടൻ ഒരു ലൈറ്റ് കാണിച്ചിട്ടുണ്ട്, മോനെ ഇത് ഫാനാണ്. നമ്മ ചേട്ടാ ഇത് എന്ത് ഫാന്, ഇത് ലൈറ്റ് അല്ലേന്ന്. ഇപ്പൊ കാണിച്ചിട്ടാ ചേട്ടൻ സ്വിച്ച് ഓൺ ആയിക്കണ്ട. ഇതാ അടുത്തത് ഓണാക്കിയാലേ ഗ്ലാസ് വിരിയേ. ഇതിന്റെ വില കേട്ടപ്പോ ഈ ഫാൻ കറങ്ങണമല്ലോ എന്റെ തലയെ കറങ്ങിയേട്ടാ. അങ്ങനെ ആ ഫാൻ ഓഫ് ചെയ്ത് നമ്മ നേരെ പോയത് വീട്ടിലെ കുറച്ച് ലൈറ്റും അങ്ങനെ ഉണ്ടാ. ഇവിടെ ചെന്നപ്പോൾ ആ വീട്ടിലേക്കുള്ള എല്ലാ ലൈറ്റും ഉണ്ടോ, പല തരത്തിലും പല നിറത്തിലും. ഇത് കണ്ടില്ലേ, ഈ ലൈറ്റിന്റെ ഇടയിലേക്ക് ഞാൻ തന്നെ വെട്ടിത്തിളങ്ങണ കണ്ടില്ലേ. അങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനമൊക്കെ വാങ്ങി നമ്മ നേരെ പോയത് ബ്രോഡ്ബേ ചെന്നപ്പോഴാ ഫുള്ള് കളറിട്ടാ. ചെക്കന്മാരൊക്കെ ഫുള്ള് ഓണ്. ഇത് നമ്മുടെ തോളത്ത് കഴിഞ്ഞിരുന്ന മച്ചാന്റെ കടയണ്ട. ഇവിടെ നല്ല റേറ്റ് കുറവാണ്ട. ബ്രോഡ്വേയെ കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ചായിട്ടൊന്നും പറയണ്ടല്ലേ, എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. ഇവിടെ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും കളറല്ലേ, എല്ലായിടത്തും കളറ്. നമ്മ ഇവിടുന്ന് കുറച്ച് ലൈറ്റും ഒരു ക്രിസ്മസ് ട്രീയും ഇച്ചാപ്പിക്ക് കുഞ്ഞാറ്റേക്ക് 2 തൊപ്പി മേടിച്ചിട്ടുണ്ടാ ഇവിടുന്ന് പോയത്. പിന്നെ പനിയായോണ്ട് എന്റെ സൗണ്ട് ആകെ മൊത്തം ഡാർക്കായിട്ടിരിക്കേണ്ട. അടുത്ത വീഡിയോയിൽ എന്തായാലും റെഡി ആയിട്ട് വരോട്ടാ. നമ്മ ഇതിന്റെ ഒപ്പം തന്നെ ഒരു പുൽക്കൂടുണ്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ അഭിപ്രായം ഉള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേ. അപ്പൊ രാത്രി 10:27 ചോറും കഴിച്ച് കിടന്നട്ടാ. ബൈ ബൈ.